3 മണിക്കായിരുന്നു കേട്ടോ നമ്മളെത്തിയത്. അപ്പം തന്നെ വലിയ ക്യൂ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്ക് ആൾക്കാർ വന്നിട്ട് ക്യൂ നിൽക്കുന്നുണ്ടാവും. അത്രക്കും ക്യൂ ആയിരുന്നു. ഈ കാണുന്നതൊന്നല്ല കേട്ടോ ക്യൂ. ഇവിടുന്ന് കറങ്ങി അടിച്ച് എന്താ പറയുക, തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂർ പോകേണ്ട ദൂരം ഉണ്ടാവും. അത്രയും വലിയ ക്യൂ ആയിരുന്നു. പിന്നെ ക്യൂ ഒരുവിധം ക്യൂ ഇതാകുമ്പം തന്നെ ഇങ്ങനെ ഒരു തുറന്നു വിടാനുണ്ട്. എൻ്റെ അമ്മേ, അതിൽ നമ്മളിങ്ങനെ ചത്തുപോകും. ആ അവസ്ഥയായിരുന്നു കേട്ടോ. ക്യൂവിൽ പോയിട്ട് ഒരു ഇതുമില്ലാത്ത മനുഷ്യന്മാർ നമ്മളെ ഉന്തിയിട്ട് കൊല്ലും. പിന്നെ നേരെ ഈ കൗണ്ടറിലേക്ക് വരും. കൗണ്ടറിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഫ്രീ ദർശനമായിരുന്നു കേട്ടോ നമുക്കെല്ലാം കിട്ടിയത്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് രാവിലെ 3 മണിക്ക് എത്തിയിട്ടാ. 3 മണിക്ക് എത്തിയിട്ട് പിന്നെ 300-ൻ്റെ ടോക്കൺ അതെടുക്കാനാണ് വിചാരിച്ചത്. പക്ഷെ അത് അപ്പം തന്നെ തീർന്ന് വേഗം തീരുവത് 4 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അത് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയത് ഈ ഒരു ഫ്രീ ദർശൻ സംഭവം ഉണ്ടല്ലോ, ഇതാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് ടിക്കറ്റ് ഉണ്ടാവുക. ഈ ടിക്കറ്റ് പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ടാണ് തരുമോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ടൈം തന്നിട്ടുള്ളത് 5 മണിയാട്ടോ. 5 മണിക്ക് നമ്മൾ അവിടെ പോയാൽ തന്നെ 12 മണിയെല്ലാം ആവും കാണാൻ എന്നാണ് പറയുന്നത്. അറിയില്ല ഇവരെയും കൊണ്ട് പോയിട്ടെന്ന അവസ്ഥ ഒന്നും അറിയില്ല. ഞാൻ വിചാരിക്കില്ല ദൈവത്തിൻ്റെ കൈവില നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ ഇനിയിപ്പം ഷിവോസ്കി കരഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ എന്താ വേണ്ടേ, നമ്മളിന്ന് കാളഹസ്തി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ റൂമിലുള്ള അയാൾ പറഞ്ഞ് കാളഹസ്തി അമ്പലത്തിൽ പോയിക്കോ, ടൈം ഉണ്ടല്ലോ. നമ്മൾ രാവിലെ 5:30 ഇവിടെ കയറിയത്. അപ്പോൾ നാളെ 5:30 വരെ ഇവിടെ റൂമുള്ളൂ. അപ്പം അയാൾ പറഞ്ഞ് രാവിലെ 9 മണിക്ക് നിങ്ങൾ എണീച്ചിട്ട് അവിടെ കാളഹസ്തി പോയിക്കോ, പോയിട്ട് വന്നിട്ട് തിരുപ്പതി പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചിനി അത് വേണ്ട, നാളെ എന്തായാലും 5:30 ഇടുന്ന് വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ നേരെ കാളഹസ്തിയിലും പോയിട്ട് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ ആ ഒരു ക്യൂവിൽ നമ്മൾ നിന്ന് പോയപാടും ക്യൂവിൽ നിന്ന് കുറച്ച് കഴിയുമ്പം ക്യൂ മുന്നോട്ട് പോകും. എന്നുവെച്ചാൽ ഒരു 4 മണിക്കാണ് അത് ഓപ്പൺ ആവുക. ആ 4 മണിക്ക് ഓപ്പൺ ആയിട്ട് മുന്നോട്ട് പോകും. മുന്നോട്ടേക്കൊരു പോക്കും എൻ്റെ ദൈവമേ, മാതിരി തിരക്കെന്നറിയാം. ഇവരിങ്ങനെ ആ ഡാമെല്ലാം കഴിച്ച വെള്ളമൊരു പോക്കില്ലേ, ആ പോക്ക് പോലെയായിരുന്നു. നമ്മൾ അപ്പുറം എത്തിയില്ല എന്നുള്ളൊരവസ്ഥ. പകുതിക്കെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, തിരിച്ചു പോയേക്ക് ആവൂല. പിള്ളേരെ കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല, 2 ഉറക്കായിരുന്നു. കണ്ണനെ വെച്ചാൽ കണ്ണനെ എനിക്ക് എടുക്കാൻ ഒരു 2 ലിറ്ററിൻ്റെ വെള്ളം എൻ്റെ കയ്യിലുണ്ട്, പേഴ്സുണ്ട്, എല്ലാം കൂടിയായിട്ട് എനിക്ക് ഇവനെ എടുക്കാനും പറ്റുന്നില്ല. ഞാൻ അതിലിടയ്ക്ക് വീഴുകയും ചെയ്ത്. കണ്ണനെയാണെങ്കിൽ ഇവരെല്ലാം ചവിട്ടി കുറട്ടി ഒന്നും പറയണ്ട, കണ്ണൻ കംപ്ലീറ്റ് പേടിച്ചു പോയി പാവം. പിന്നെ നമ്മൾ സാധാ ക്യൂവിലെത്തുമ്പോഴത്തേനും നോർമലാവും, കുഴപ്പമൊന്നുമില്ല. വേഗത്തി നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടിക്കറ്റിന് തന്നെ നല്ല കുറേ ഉണ്ട്. അതുകൊണ്ട് എന്താ പറയുക, വലിയ തിരക്കില്ലാണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇനിയിപ്പം ദർശനത്തിന് ഇരിക്കുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. അയ്യോ, പിന്നെ ഇന്നലെ രാത്രി ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. വീഡിയോ എടുത്തില്ലെന്ന് വെച്ചാൽ മെയിൻലി എൻ്റെ കയ്യിലായിരുന്നു ഇതിട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് നേർക്ക് വഴി അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലായിരുന്നു ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അഭിയേട്ടൻ്റെ കയ്യിൽ നമ്മൾ പാട്ടും വെച്ച് അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായത്. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് കുളിക്കണം. ഒരു 3 മണിയെല്ലാം ആകുമ്പോഴത്തേനും, 3 മണിയല്ല, ഇനി കുറച്ചും കൂടി നേരത്തെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. വരാൻ എനിക്ക് തോന്നുന്നു നമുക്ക് 300-ൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ എന്താ പറയുക, നമ്മളിങ്ങനെ കുഴപ്പമില്ല, ഞാനങ്ങനെ നിൽക്കാൻ റെഡിയാണ് എന്നുള്ളതുകൊണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ കയറാം. പക്ഷെ കുട്ടികളെല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവിടെ എലിയെല്ലാം ഇങ്ങനെ ഓടിച്ചാടി പോകുന്നുണ്ടാവും. നമ്മളെ നാട് പോലെയല്ല, നമ്മളെ നാട് ഭയങ്കര നീറ്റല്ലേ, നീറ്റ് കുറവുള്ള പോലെ എനിക്ക് തോന്നി. ഇതാട്ടാ റൂം. ഓൺലൈൻ ബുക്ക് ചെയ്തതായിരുന്നു, നല്ല റൂമായിരുന്നു. സായി ഗോൾഡൻ റൂംസ് അങ്ങനെ എന്തോ അതിൻ്റെ പേര്. നല്ല റൂമല്ലായിരുന്നു കേട്ടോ. AC എല്ലാം ഉണ്ട്, AC. പക്ഷെ ഒരു കാര്യമില്ല, ഓൾറെഡി ഇവിടെ തണുപ്പായിരുന്നു. അപ്പം പിന്നെ ഇവർക്ക് രണ്ടാൾക്ക് ഏകദേശം തണുപ്പല്ല. എവിടെ വന്നേട്ടാ? ഷിബോക്കി വന്നിട്ടുണ്ട്. ഷിബോക്കി
ചിബോക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഉപ്പല്ലമ്മേനമ്മേ ചിബോക്കൊക്കെ ദാഹിച്ചു. ഇപ്പൊ നിശ്ചയ വെള്ളം കൊടുക്കട്ടെ. ഇതാട്ടോ നമ്മള് നിന്ന് നമ്മളിപ്പോ തിരുപ്പതിയിലാട്ടാ. തിരുപ്പതിയിലല്ലേ കേട്ടാ? തിരുപ്പതിയില്ല കേട്ടാ? തിരുപ്പതിയിലല്ലാട്ടാ. ഇനി നമുക്ക് നേരെ തിരുമലയിലേക്ക് പോകണം. അവിടെ നിന്ന് മുട്ടയടിക്കലും എല്ലാ ദൈവത്തെ കാണാനല്ലോ. അപ്പൊ ആദ്യം നമ്മളിപ്പം വേറൊരു പത്മാവതി അല്ല വീട്, പത്മാവതി എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അത് ആടെ തോതിട്ട് തിരുമലയിലേക്ക് പോവുക. അപ്പൊ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഒറ്റ ബാഗിലേക്ക് ആക്കി. എന്നുവെച്ചാൽ ഇവർക്ക് മുട്ടയടിച്ചിട്ടാകുമ്പം മാറ്റണല്ലോ, ഡ്രസ്സ് മാറ്റേണ്ട ഡ്രസ്സും പിന്നെ വേറെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നട്ട്സും ഇത് ചെറിയൊരു ബോക്സിലാക്കി എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഒറ്റ സാധനമില്ല. വെള്ളമെല്ലാം നമ്മള് സ്റ്റീലിന്റെ ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ബോട്ടിൽ മാത്രം എടുത്ത് മറ്റേതെല്ലാം ഞാൻ കളഞ്ഞ് മീൻസ് എല്ലാം റൂമിൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ആടെ എത്തിയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് ഞാൻ യൂട്യൂബ് കണ്ടത്. അതുകൊണ്ട് നോക്കണം എന്ന അവസ്ഥ എന്നറിയില്ല. അതുകൊണ്ട് വെറുതെ ചെക്ക് ചെയ്ത് സമയങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ആടെ എത്തിയിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഇതിനും ആ ഒരു അമ്പലത്തിൽ പോകണം. എന്നിട്ട് അവിടുന്ന് തിരുമലയിലേക്ക് പോകണം. നമുക്ക് വൈകുന്നേരം 5 മണിക്കേക്കാണ് പറഞ്ഞിട്ടുള്ളത്. വീടിന്ന് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് 3 മണിക്കൂറുണ്ട് എന്നാണ്. തിരുമലയിലേക്ക് ഇടുന്ന 3 മണിക്കൂറുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ അവിടെ പോയിട്ട് പറഞ്ഞു. ഇതാട്ടോ പത്മാവതി അമ്പലം. ഇത് ഭഗവാന്റെ ഭാര്യ എന്ന് പറയുന്നത് നല്ലൊരു അമ്പലമായിരുന്നു. ഇവിടെ പക്ഷേ ഫോണ് അലൗഡ് അല്ല കേട്ടോ. ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അവർ ഫോൺ എടുക്കാണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അവരവിടെ എത്തി ചെക്ക് ചെയ്ത് പിന്നെയും നമ്മളെ കൊണ്ട് പുറത്ത് ഇതാക്കിപ്പിച്ച് ഭയങ്കര പണിയായിരുന്നു. വെറുതെ എടുത്തല്ലോ എന്നുള്ളൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ഫോൺ എടുക്കാനേ പോകരുത്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇതുണ്ട് റോഡിൻ്റെ ആ ലൈറ്റ് കൊടുത്ത സംഭവത്തിനൊക്കെ നമ്മളെ പരന്തിൻ്റെ ഇത് കൊടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മള് ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ആ അമ്പലത്തിൽ നിന്ന് നല്ല അടിപൊളി അമ്പലമായിരുന്നു. എന്തോ ഭയങ്കര ഒരു എനർജി ഉള്ളൊരു ദൈവം. പത്മാവതി ദൈവത്തിന്റെ ഭഗവാന്റെ ഭാര്യ എങ്ങനെയാണ്. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങള് തിരുപ്പതിയിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ അമ്പലം പോണം കേട്ടോ. പിന്നെ ഒന്നാമത്തെ പ്രശ്നം അവിടെ ഫോണ് അലൗഡ് അല്ല. അപ്പൊ നമ്മൾ പോകുമ്പോ ഫോൺ എടുക്കരുത്. അവരാദ്യം പറയും നമ്മളോട്, അവര് ചെക്ക് ചെയ്യും കേട്ടോ. ബാഗ് ചെക്ക് ചെയ്യും. ബാഗിൽ ഫോൺ ഉണ്ടോന്ന് ആദ്യം ചെക്ക് ചെയ്യൂ. എന്നിട്ട് മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വിടുള്ളൂ. അപ്പോൾ നമ്മളെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അവർ നമ്മളോട് വേറെ സ്ഥലത്ത് പോയിട്ട് പിന്നെ ഫോൺ കൊടുക്കാൻ പറയും. അത് ഏയിലാട്ട ഗേറ്റ് 3 പോയിട്ട് കൊടുക്കാൻ പറയും. അതവിടുന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടാ, കുറച്ച് പോണം. ഞാൻ ആദ്യം പോയി കേട്ടാ. ആദ്യം പോയി അതല്ലേ. ഞാൻ പോയ സമയത്ത് അവരെന്നോട് ആടില്ല ഒരു ഏട്ടൻ എന്നോട് പറഞ്ഞു. ഞാൻ പുറത്തു പോയപ്പോ അയാൾ എന്നോട് പറഞ്ഞു പിന്നെ കുഴപ്പമൊന്നുമില്ല പോയിക്കോ, പോയിട്ട് ആടിന് സ്വിച്ച് ഓഫ് 2 സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ മതി, അവര് പറയൊന്നുമില്ല, അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതും കേട്ടിട്ട് ഞാൻ പോയി. അപ്പൊ അവർ രണ്ടാമത് ചെക്ക് ചെയ്യും. നമ്മൾ രണ്ടാമത് ഫോൺ വെച്ചിട്ട് പോകുമല്ലോ. അപ്പൊ ആദ്യം അവർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ടില്ല ഒന്നുമില്ലാന്ന് കണ്ടാൽ മാത്രം അവർ കയറ്റൂല. അപ്പൊ ആദ്യം ചെക്ക് ചെയ്യുമ്പോ എന്റെ ഫോണ് ഇതടിച്ച് കിക്കി അടിക്കുമല്ലോ, അതടിച്ച് ആദ്യം കൊണ്ടുപോയി കൊടുക്കണ്ടേ. പിന്നത്തെ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ അഭിയണ്ണ കൊടുത്തത്. അവരിങ്ങനെ സീലെല്ലാം വെക്കും നമ്മളെ കൈമിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാല്. നിങ്ങൾ പോകുമ്പോൾ ഫോൺ എടുക്കരുത്, എന്തായാലും പോണം. പത്മാവതി അമ്പലത്തിൽ എന്തായാലും പോണം കേട്ടോ. പോകുന്നുണ്ടെങ്കിൽ എന്തായാലും പോണം. ഒരു വല്ലാത്ത എനർജിയാണ്. ആ ഒരു ഭയങ്കര രസം കാണാൻ. എന്തോ ആ ഒരു കുറച്ച് സെക്കൻഡേ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഒരു ഇരുട്ടത്ത് ദേവി ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ ഭയങ്കര രസം. ദൈവത്തിന്റെ ഒരു പ്രതിമ കൂടാണ്ട് നമ്മള് ആ ഒരു ഇത് കൂടാണ്ട് അതിന്റെ ബാക്കിൽ വലിയ ദേവിന്റെ ഒരു ഇതും കൂടി ഉണ്ടാവും. അത് കാണാൻ നല്ല രസമുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് തിരുമലയിലേക്കാട്ടോ. തിരുമലയിൽ പോകണം. ഇവരെ രണ്ടാളും മുട്ടയടിക്കണം. മൂന്നാളെയും പിടിച്ച് മുട്ടയടിക്കണം. എന്നിട്ട് നേരെ ഭഗവാനെ തൂക്കാൻ പോകണം. എത്ര ടൈം എടുക്കുന്നൊന്നും അറിയില്ല.
അങ്ങനെ നമ്മൾ ഏകദേശം തിരുപ്പതിൻ്റെ കവാടത്തിലെത്തി കേട്ടോ. തിരുമലയിലുള്ള കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി പോകണം. മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളെ ഇതിൻ്റെ ചെക്കിങ് വരും. അതായത് നമ്മുടെ സാധനങ്ങളും ഇതൊക്കെ ചെക്ക് ചെയ്യും. അവർ ലഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനവും എടുക്കാണ്ട് പോയാൽ മതി. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ എടുക്കുന്നതാണെങ്കിൽ അവർ ആ ബാഗ് മൊത്തം കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് അലമ്പാക്കും. ഇപ്പോൾ നിങ്ങൾ അതിൽ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ പ്രശ്നമൊന്നുമില്ല. ഒരൊറ്റ ബാഗ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മളെ ലഗേജ് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വെച്ചാൽ നമ്മൾ അതും എടുത്തിട്ട്, ഇപ്പോൾ ഒരുപാട് ലഗേജെല്ലാം എടുത്തിട്ട് പോകുന്നതാണെങ്കിൽ നമ്മൾ അതും എടുത്തിട്ട് വേണം ഇവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ, അതായത് നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് നടന്നിട്ട് അങ്ങോട്ടേക്ക് പോകണം. നമ്മളെ അടുക്ക് എത്ര ലഗേജ് ഉണ്ടോ അത്രയും ലഗേജ് എടുത്തിട്ട് നമ്മൾ നടന്നു പോകണം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബാഗ്, എൻ്റെ അടുക്ക് ഒറ്റ ബാഗേ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു ബാഗ് എടുത്തിട്ട് പോയതുകൊണ്ട് നമുക്ക് വലിയ വിഷയം ഉണ്ടായിട്ടില്ല. വേഗം ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും നമ്മളങ്ങനെ എടുത്തിട്ടേ ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ പരിപാടിയേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ആ വിഷയമേ വന്നിട്ടില്ല. ഇവിടുന്ന് തന്നെ തിരുപ്പതി കാണും കേട്ടോ. ചെറിയൊരു ഇതായിട്ട് കാണും. പിന്നെ അവിടത്തേക്കുള്ള ആ വഴിയും ഒക്കെ കാണും. ഭയങ്കര രസമായിരുന്നു. ചെറിയ ഇതിലായി കാണുമല്ലോ. അത്രയും ഹൈറ്റിലാണ് നമ്മൾ കയറേണ്ടതെന്നില്ല. അന്നേരം നമുക്ക് മനസ്സിലാവും ഇത്രയും ഹൈറ്റ് പോകണല്ലേ. പിന്നെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ പോകുമ്പോഴത്തേനും നല്ല വ്യൂ ആയിരുന്നു. ഇത് മറ്റേ ഗവൺമെൻറ്റിൻ്റെ ബസ്സില്ലേ, അങ്ങനെ പോകുന്ന ബസ്സാട്ടോ. നമുക്ക് ബസ്സിനും പോകാൻ പറ്റും. അല്ലാണ്ട് ഇവരെ ജീപ്പുണ്ട്, ഒരുപാട് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് താഴത്തുനിന്ന് തന്നെ നമുക്ക് ജീപ്പെല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ ജീപ്പിനും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ബസ് ഫ്രീ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഇവിടത്തേക്കുള്ള എല്ലാ സർവീസും ഫ്രീ ആണെന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ എല്ലായിടയും നമുക്ക് വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇത് കണ്ട ജീപ്പ് ഉണ്ട്. ആടെ ഫുള്ളും ചെക്ക് ചെയ്യാൻ കൊടുക്കണം. നമ്മളെ ബാഗ്, നമ്മളെ ലഗേജ് ഇല്ലേ, ലഗേജ് നേരത്തെ പോലെ തന്നെ അവർ ചെക്ക് ചെയ്യും. പക്ഷേ അതിൽ നമ്മളില്ലേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും എടുക്കരുത്. നമ്മളെ ബാഗിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് പിന്നെ അതുപോലത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകരുത്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഐറ്റംസും കൊണ്ടുപോകരുത്. ജസ്റ്റ് നിങ്ങൾ ഡ്രസ്സ്, തോർത്ത്, അങ്ങനത്തെ നമ്മളിപ്പോൾ വെച്ചത് ഡ്രസ്സ്, തോർത്ത് അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഇവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ, ആ ഐറ്റംസും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല. വേഗം വിട്ടിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അവരെന്തായാലും ചെക്ക് ചെയ്യും കേട്ടോ. മറ്റേതുപോലെ ഇങ്ങനെ അലമ്പാക്കുന്ന പരിപാടിയല്ല. നല്ല രീതിക്ക് ചെക്ക് ചെയ്യും അവർ. നമ്മളെ ആയാലും ബാക്കിയുള്ളവരെ ആയാലും നല്ല രീതിക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. വ്യൂസ് നോക്ക്, എന്ത് രസാന്നറിയോ. അടിപൊളി സംഭവം കേട്ടോ. ഞാനത് തിരിച്ചിട്ട് നല്ല അടിപൊളി വ്യൂസാ. പിന്നെ ഇവിടെ ഓരോ സ്ഥലത്തിനും ഇത്ര സ്പീഡ്, നമ്മൾ അത്ര സ്പീഡിൽ മാത്രമേ പോകാൻ പാടില്ല കേട്ടോ. ഭയങ്കര സ്പീഡിൽ നമ്മൾ പോകാൻ പാടില്ല. നമ്മളെ ജന്നി കയറുമോ ഇല്ലോന്ന് അറിയില്ല. അവിടെ ഇല്ല, പ്രതീക്ഷ, നമ്മൾ ആ പ്രതീക്ഷയല്ല കേട്ടോ പോകുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള നല്ല വിശ്വാസം നമുക്കുണ്ട്. 20 സ്പീഡായിരിക്കും അല്ലേ ബേട്ടാ? അല്ലേ ബേട്ടാ? നല്ല വ്യൂസ് ഉണ്ട്. കാണുന്നില്ല അല്ലേ, ഈ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് അങ്ങനെ കാണില്ല. അപ്പം കുറച്ച് സമയം നമുക്കിവിടെ നിർത്തിയിട്ട് ആ വ്യൂസ് എല്ലാം കാണുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അടിപൊളി സംഭവമായിരുന്നു. എത്രയോ കുരങ്ങന്മാർ. ഫോട്ടോ എടുക്കായിരുന്നല്ലേ ഇത്? പിന്നെ ഓർമ്മിക്കുക. ഇതുണ്ടോ കല്യാണ ഹട്ട. ഇവിടെയാണ് നമുക്ക് മുടി മുറിക്കാൻ വേണ്ടിയിട്ട് വരേണ്ടത്. ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ നമ്മളെ മുട്ട സൂപ്പി ഇടങ്ങാടാ. മുട്ട സൂപ്പി ഇതാ, കണ്ണ മുട്ട സൂപ്പി
ശിവന് അച്ഛൻ മുട്ട സൂപ്പി ബാക്കിലുണ്ട് കേട്ടാ. ആ നടന്നു വരുന്ന ആയിരണ്ടുവാ. അയ്യോ അടിപൊളി ഇതാട്ടോ അവര്. നമ്മൾ ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരെല്ലാം ചെയ്തു തരും, ഒരു കുഴപ്പമില്ല. ഇനി നമുക്കിപ്പോൾ നേരെ പോകേണ്ടത് സർവദർശനിലേക്കാണ്. എന്നുവെച്ചാൽ സർവദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ പൈസ ഒന്നും അടക്കാണ്ട് കയറുന്ന പരിപാടി, അതാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ ഫോൺ യൂസ് ചെയ്യാൻ വിടൂല, മറ്റടുത്ത പോലെ തന്നെ ഫോൺ അങ്ങനെ യൂസ് ചെയ്യാനൊന്നും വിടൂല. പോയി നോക്കണം. അപ്പോൾ കഴിയുന്നത് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ആ ഒരു ക്യൂ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോണെല്ലാം മേടിച്ചു നോക്കട്ടെ. ഫോണും ബാഗും എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെറിയ ബാഗ് എടുക്കാം, കുപ്പി എടുക്കുന്നതിന് കുഴപ്പമില്ല, ബാക്കിയൊന്നും നമ്മൾ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വേറെ വീഡിയോസൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, കുറച്ച് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മളെ ദർശനവും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാ. ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങണം. ലഗേജ് ഇവിടെ നമ്മളൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് എടുക്കണം. നമ്മൾ ചോറിന്ന് ഇനി നേരെ പോകണം, കണക്കെന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞ്. അതുകൊണ്ടല്ല അമ്മ 2 മുട്ടാസ് ഓടുന്നുണ്ട്. ഇനിയൊന്നും കൊണ്ട് ഒരു സ്ഥലത്ത് വാങ്ങുന്നില്ല കേട്ടോ എൻ്റെ അമ്മ. പക്ഷെ എന്നാലും അടുത്തതിൽ കുഴപ്പമൊന്നാക്കിയിട്ടില്ല, അതുകൊണ്ട് സുഖം. എനിക്ക് 6 വരുന്നുണ്ട്, ഇവിടുന്നൊന്നും തിരിയുന്നില്ല. പക്ഷെ എനിക്ക് അതിലും ഇത് ഞാൻ എന്താ പറയുക, വിചാരിക്കാണ്ട് തിന്ന് ഫുഡ് കഴിച്ചത് ഭയങ്കര ഇതായിപ്പോയി. കാരണം സുജിത്ത് ഭക്തനില്ലേ, ഓൻ്റെ ഈ വ്ളോഗിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നേരെ എനിക്കിങ്ങനെ കഴിക്കണം. പിന്നെ വിചാരിക്കുക നമ്മളെല്ലാം പോയിട്ട് കഴിക്കാനാണെന്ന് ഞാൻ ചെയ്തിട്ട്. പക്ഷെ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും വന്ന് തിന്ന് ഭയങ്കര സന്തോഷം. ഗുഡ് മോർണിംഗ്. ശരിക്കും നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, കാളഹസ്തിയിൽ പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും നല്ല ടയർഡാണ്. ഇന്നലെ നമ്മള് 4:30-5 മണിനും തോന്നും വരെ റൂം വെക്കേറ്റ് ചെയ്യേണ്ടത് 5:30 പക്ഷെ എന്തായാലും ഇനി ഉറങ്ങാണ്ട് പോകാൻ പറ്റില്ല. നല്ല ടയർഡ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ടയർഡായിരുന്നു. അതുകൊണ്ട് കുറച്ചൊന്നും ഉറങ്ങിയിട്ട് പോകാന്ന്. അപ്പോണ്ട് റൂമിൻ്റെ അയാൾ വിളിക്കുന്നവരെ 7:30 ഇപ്പം ഇത്രയും ആ ഒരു ടൈമിൽ റൂം വെക്കേറ്റ് ചെയ്യണം, വേറെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നെ ഇടപിടിയെന്നും പറഞ്ഞിട്ടെല്ലാം എടുത്ത് വെച്ച്. അപ്പോൾ ഇനിയോ അമ്പലത്തിലേക്കൊന്നും പോകാൻ കഴിയില്ല. അയ്യോ എൻ്റെ അമ്മ, ഒന്നാമതുണ്ടല്ലോ ജലദോഷം പിടിച്ചിട്ട്, ജലദോഷം എന്ന് പറഞ്ഞാൽ മൂക്കങ്ങ് തന്നെ അടഞ്ഞ്, ചെവി അടഞ്ഞ് ഒരു രക്ഷയില്ല. ഇന്നലെ എന്താ വെച്ചാല് അവിടുന്ന് 12 മണിയായിട്ടായി നമ്മള് ഇറങ്ങാൻ. വെച്ചാ ഫുഡ് കഴിച്ച് പിന്നെ ഇവർക്ക് ഇതെല്ലാം മേടിക്കാനുള്ള നിന്ന് നോക്കുമ്പോഴത്തേനും 12 മണിയായി. അപ്പൊ പിന്നെ നമ്മുടെ വണ്ടി എവിടെ വെച്ചെന്ന് നമുക്ക് ഓർമ്മയില്ലായിരുന്നു. അതാണ് മെയിൻ പറ്റിയത്. നമുക്ക് വണ്ടി വെച്ചത് ഇവിടെ അറിയില്ല, പുറത്തല്ലേ, നമ്മൾ പുറത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു സ്ഥലത്തോട്ട് കേറിയിട്ട് വേറെ സ്ഥലത്ത് ഇറങ്ങുക. അപ്പൊ നമുക്ക് ഒന്നും അറിയില്ല എവിടെ ഇല്ല എന്നാന്ന് പറയാം. അപ്പൊ എന്റെ കയ്യില് ATM, നമ്മളൊരു ATM പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ATMന്റെ അഡ്രസ് ഉണ്ട്, അത് വെച്ചിട്ട് പോവാന്ന് വിചാരിച്ച്. എന്നിട്ട് പിന്നെ നമ്മളെ ചോദിച്ചപ്പം ഓട്ടോക്കാർ പറഞ്ഞ് 200 രൂപ വേണം. നമ്മള് 30 രൂപയ്ക്ക് പോയി വന്നതായിരുന്നു. അപ്പൊ 200 രൂപ വേണം. ഇങ്ങനെ പറഞ്ഞില്ല തരൂല എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വന്നത് സംഭവം ടൈം വന്നിട്ട് 12 മണിയാന്ന്. പിന്നെ എങ്ങനെയല്ലോ വേറൊരു ജീപ്പിൽ പോയിട്ട് വേഗം അടുത്തി. അപ്പൊ ഒന്ന് സംഭവം വെച്ചാ 12 മണിക്ക് ശേഷം കാടല്ലേ, അപ്പൊ കാടായതുകൊണ്ട് അവര് താഴത്തേക്ക് ഇറക്കി വിടൂല. അപ്പൊ
അവിടെ തന്നെ 3 മണിക്ക് ഓപ്പൺ ആവൂല. അപ്പൊ 3 മണി വരെ അവിടെ ഇരുന്ന് അങ്ങനെയാണ് നമ്മൾ വന്നത്. 3 മണിക്കാണ് പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നത്. കുറെ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ പോലെ തന്നെ. അതിന് ശേഷം 3 മണിക്ക് ആവുമ്പത്തേനും പിന്നെ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു. അവിടെ തന്നെ എല്ലാവരും കിടന്നുറങ്ങി അങ്ങനെ വന്നിട്ടുണ്ടായ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്നുവെച്ചാ ഞാന് വിചാരിച്ചതേ അല്ല. ഇവന്റെ മുടി എന്തായാലും നമുക്ക് മുറിക്കണം, അത് ഇടുന്നേ മുറിക്കാനും പറ്റുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ കണ്ണൻ്റെത് നമ്മള് പിന്നെ സിർസിക്കുള്ള ഒരു അമ്പലത്തിൽ നിന്ന് മുറിച്ചത്. അപ്പൊ ആ ടൈം ഞാനിങ്ങനെ വെറുതെ പറഞ്ഞതായിരുന്നു. പിന്നെ ശിവന്റെ നമുക്ക് തിരുപ്പതി പോയിട്ട് മുറിക്കാന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞാ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണ്ടേ. അപ്പൊ മൂക്കല് ഒലിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയായിരുന്നു പോയത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാ, ഞാൻ വിചാരിച്ചത് നമ്മള് ജസ്റ്റ് പോവും, കാണുന്നില്ല. ഞാൻ കാണുന്നില്ല, ഒരു പ്രതീക്ഷയിലും അല്ല പോയത്. ഞാന് പോയതെന്ന് വെച്ചാൽ താഴത്തുനിന്ന് എടുത്തെങ്കിൽ മുടി മുറിക്കുക, എന്നിട്ട് അതേപോലെ തിരിച്ചു വരിക. കാരണം നമ്മള് തിരുപ്പതി പോന്നെന്ന് പറഞ്ഞാലും തന്നെ എല്ലാരും പറഞ്ഞത് തിരുപ്പതിയിലാ ആ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. അപ്പൊ എനക്കും വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിട്ടില്ല, കാണുന്നോ അല്ലെങ്കിൽ ഇതാക്കുന്നോ. ആ ഒരു കറങ്ങി വന്ന് ദൈവത്തിനെ കണ്ടിട്ടും എനിക്ക് വിശ്വാസമില്ല. ദൈവത്തിനെ കണ്ടെന്നില്ല വിശ്വാസം എനിക്കില്ല. ഞാൻ അഭിയേട്ടനോട് വന്നില്ലേ എന്ന് പറഞ്ഞോണ്ടുണ്ടായ. അഭിയേട്ട നമ്മളിങ്ങനെ വന്നിട്ട് കണ്ട്, സാധാരണ വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മ ചോദിച്ചിട്ട് വർത്താനം പറയാൻ പറ്റുന്നില്ല. സാധാരണ വരുന്ന ആൾക്കാരാണെങ്കിൽ, സാധാരണ വരുന്നല്ല, ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് സെർച്ച് ചെയ്തിട്ടാ വന്നത്. കാരണം നമുക്കറിയാത്തൊരു നാടാണ്. കർണാടകയിലാണെങ്കിൽ പിന്നെയും വലിയ പ്രശ്നമില്ല, പക്ഷെ ഇത് നമുക്ക് ഒട്ടും അറിയാത്തൊരു നാടല്ലേ. അപ്പൊ ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ എത്തും. പിന്നെ ഒരു വിശ്വാസമുള്ളത്, ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ജനലിൽ എടുത്ത് പോകുന്നോണ്ട് നമുക്ക് എല്ലാരും ഈ വണ്ടി എടുത്തിട്ട് എങ്ങനെയാ പോവാന്നുള്ളൊരു ഇതായിരുന്നു. വലിയ പിള്ളേർ കൂട്ടി പോകുന്നതിന്റെ പ്രശ്നമായിരുന്നു. പക്ഷെ ഒരു ഇതും ഇല്ലാണ്ട് നമ്മള് സേഫായിട്ട് വന്ന്, എല്ലാം ദൈവത്തിന്റെ ഇതാട്ടാ. നമ്മൾ അത്രയും സേഫായി വന്ന്. സാധാരണ ഈ നമ്മുടെ അടുത്ത് സർവ്വദർശനായിരുന്നു, അതായത് ഫ്രീ ദർശനം എടുത്താൽ തന്നെ ഒരു ദിവസം നിൽക്കേണ്ടി വരും. ഒരു ദിവസം അല്ലെങ്കിൽ 8-9 മണിക്കൂർ എങ്ങനെയും നിൽക്കേണ്ടി വരും, എന്നാൽ മാത്രം നമുക്ക് കാണാൻ പറ്റും. ഇന്നലെ നമ്മൾ നിന്നത് ആകെ 3 മണിക്കൂറായിരുന്നു. അതായത് 5 മണിക്കായിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. 5 മണിക്ക് കയറിയിട്ട് 5 മണിക്ക് കയറിയപ്പോ തന്നെ ആരും ഇല്ലായിരുന്നു, കുറച്ച് ആൾക്കാരെ ഇല്ലായിരുന്നു. നമ്മൾ ഒരേ പോയി, അങ്ങനെ തിക്കോ തിരക്കോ ഒന്നുമില്ല. ഞാൻ ആ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങള്. അപ്പൊ നമ്മളങ്ങനെ പോയി. ആടെ എത്തിയിട്ട് അവരൊരു റൂമിലാക്കുകയോ, റൂമല്ല, ഒരു റൂം പോലത്തെ ഒരു സംഭവത്തിലാക്കും. പിന്നെ അപ്പൊ അവിടെ അവരെ ഇതെല്ലാം വെച്ചിട്ടുണ്ടാവും, TV എല്ലാം വെച്ചിട്ടുണ്ടാവും. അവിടെ ഇരിക്കല് കുറച്ച് ബോറടി പരിപാടിയാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് കുഞ്ഞിന്ന് പറഞ്ഞാൽ നമ്മളെ അർജുന്റെ എല്ലാം പ്രായമുള്ള ആമ്പിള്ളേരുണ്ടായിരുന്നേ. അപ്പൊ അവര് ഇവനുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ അവരെനിക്ക് ഫുഡെല്ലാം കൊണ്ടുത്തന്ന്. അത് ഫുഡ് ഉണ്ടാവും, ഉപ്മാവ് പോലത്തെ ഒരു സംഭവം, റവേന്റെ ഉപ്മാവ് പോലത്തെ സംഭവം. അപ്പൊ അത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇവനെയും കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ പിള്ളേർ പോയിട്ട് കൊണ്ടു തന്നെ. നല്ല മക്കളായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, അപ്പുറത്തവരൊപ്പം പോവും. ഒരു 3-4 റൂം അടക്കത്തെ സംഭവം. അവിടെ ഇരിക്കാൻ കസേരയുണ്ട്, ഫുഡും അതെല്ലാം കൊടുത്തരുവര്. പിന്നൊരു പോക്കായിരുന്നു. പിന്നെ കുറച്ച് പോക്കായിരുന്നു. പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആടെ എത്തുമ്പോ, ഈ ദൈവത്തിന്റെ അവിടെ എത്തുമ്പോഴത്തേനും നമ്മളെങ്ങനെയാന്ന് വെച്ചാല്, ഈ പിന്നെ 300ന്റെ ടോക്കൺകാരും നമ്മളും എല്ലാം ഒറ്റയടിക്ക് പോവുക. നല്ല തിരക്കായിരിക്കും. പക്ഷെ അതിലിടക്ക് അഭ്യാടിനെയും കണ്ണനെയും കാണാണ്ടായി മീൻസ് അവര് ബാക്കിൽ ലേഡിയോ ആയി, ഞാൻ ഫ്രണ്ടിലായി. കാരണം നമുക്ക് ലേഡീസിന്റെ ചെക്കിങ്ങും പിന്നെ ജെന്റ്സിൻ്റെതും വേറെ അല്ലേ. അപ്പൊ ഇവര് വേറെ ആയി, ഞാൻ വേറെ ആയി. എനിക്ക് ടെൻഷനായി ശരിക്കും. കാരണം ഒന്നും അറിയാത്ത നാടാണ്, എനിക്ക് ഒന്നും അറിയില്ല, ABCD അറിയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഉള്ളിൽ കയറിയിട്ടല്ല ഞാൻ ഇവരിങ്ങനെ നോക്കരുത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മള് ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ അമ്പലം വന്ന് കാണണം കേട്ടോ.
നമ്മൾ കണ്ട അമ്പലങ്ങൾ പോലെയല്ല, കംപ്ലീറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഗോൾഡിലാണ് സംഭവം, ഫുള്ളും ഗോൾഡ് ചെയ്ത സാധനം. പിന്നെ ആ ഇരുട്ടത്ത്, ഒന്നാമത് രാത്രിയല്ലേ, അപ്പൊ ഇരുട്ടത്ത് ആ ഗോൾഡ് മാത്രം ഇങ്ങനെ തിളങ്ങുന്നതാണ് ഭയങ്കര രസം. ദൈവം ആ ഇരുട്ടത്ത് ഭയങ്കര ഒരു വെളിച്ചത്തിലിരിക്കുന്ന ഒരവസ്ഥ, എന്തോ ഒരു വല്ലാത്തൊരു ഫീലാ ശരിക്കും. പിന്നെ കംപ്ലീറ്റ് ഗോൾഡിലുള്ള വർക്ക് മാത്രമായിരുന്നു നമുക്കതിങ്ങനെ. പിന്നെ വെച്ചാലുണ്ടല്ലോ, നമ്മളിപ്പുറം വരുന്ന ആൾക്കാർ ഫുള്ളും ഗോവിന്ദ ഗോവിന്ദ എന്നല്ലാണ്ട് എന്തോ തൃശ്ശൂരത്തെ ഉത്സവത്തിന് പോയ ഫീലായിരുന്നു എനിക്ക് സത്യം പറയാലോ. ഗോവിന്ദ ഗോവിന്ദ എന്നല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ കേൾക്കൂല. അത്രയും ഭയങ്കര ഭക്തിയോടുകൂടിയും ഭയങ്കര ഇതായിട്ട് വരുന്നൊരു, ഞാൻ സത്യം പറഞ്ഞ തിരുപ്പതി എന്നാന്നോ ഏതാന്നോ ഒന്നും എനിക്കറിയില്ല. എല്ലാരും ഭയങ്കരമായിട്ട് തിരുപ്പതി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്നാണ് അതിന് മാത്രം എന്നാണ് അത്ര ഇത്. എനിക്ക് ആകെ അറിയുന്നു തളിപ്പറമ്പത്തപ്പൻ, തൃച്ചമ്പറത്തപ്പൻ, ഇപ്പം ചെറുത്തമ്മ, പിന്നെ മൂകാംബി, ആ ഒരു ഇത് മാത്രമേ അറിയുള്ളൂ. തിരുപ്പതിനെ പറ്റിയൊന്നും എനിക്ക് അങ്ങനെ അറിയേയില്ല. പക്ഷെ ശരിക്കും എനിക്ക് ഇന്നലെ മനസ്സിലായി എന്തുകൊണ്ടാണ് ആൾക്കാർ പിന്നെയും തിരുപ്പതിയിലേക്ക്. ഞാൻ തന്നെ ഇപ്പം വിചാരിക്കുന്നത് ദൈവം സഹായിച്ചിട്ടാണെങ്കിൽ ഇനിയും വന്ന് കാണണം എന്നുള്ള ആഗ്രഹം എനിക്ക്. പറ്റുവാണെ ഒരു ടൈം വന്നിട്ട് എന്തായാലും കാണണം കേട്ടോ. നിങ്ങൾ 300-ന്റെ ഇത് എടുക്കുന്നതായിരിക്കും ബെറ്റർ, കാരണം അപ്പൊ ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ഇതിപ്പം നമുക്കെന്തോ ലക്കനങ്ങനെ കിട്ടിപ്പോയത്. പിന്നെ തിങ്കളാഴ്ച തിരക്ക് കുറച്ച് കുറവാന്ന് തോന്നുന്നു, ബാക്കിയുള്ള ദിവസം ഭഗവാന്റെ എന്തെല്ലോ ഉണ്ട്. വ്യാഴാഴ്ച ദിവസം ഭഗവാൻ കണ്ണു തുറക്കുന്നതാണെന്നും, പിന്നെ മറ്റേ ബുധനാഴ്ച എന്തോ ദേവിന്റെ ദിവസം, അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അപ്പൊ ആ ദിവസമുള്ള മരണത്തിരക്കായിരിക്കും അവിടെ. തിങ്കളാഴ്ച മാത്രം കുറച്ച് തിരക്ക് കുറവാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെ മുട്ടകളായി കുഞ്ഞു മുട്ട. ശിവ പക്ഷെ കുഴപ്പമൊന്നും ആക്കിയില്ല കേട്ടോ. ശിവ നല്ല മോനായിട്ട് അടങ്ങിയിരുന്നായിരുന്നു. കണ്ണം മരണക്കുഴപ്പായിരുന്നു. ഇതൊന്നുമില്ല കാര്യം. നാനാട് മുടി അങ്ങത്തന്നെ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അവരങ്ങത്തന്നെ മറ്റേ എലി കറണ്ട പോലെ നല്ലോണം മുറിച്ച്. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ മുടി. ഇതെന്നറിയോ, ഇത് ഞാൻ പിന്നെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ മുടി. ഞാൻ കുറച്ച് ലെങ്ത് ആക്കിയിട്ട് വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇടെത്തിയിട്ട് എടുക്കാൻ മുറിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ലെങ്ത്തിൽ മുറിച്ചോന്ന് പറഞ്ഞിട്ട് വിട്ടതായിരുന്നു. മുടിയല്ലേ വളരെ സിമ്പിൾ. ഭയങ്കര സന്തോഷം. ഇനി പക്ഷെ നല്ല ടയർഡാ ആവുന്നില്ല. ഇനിയിപ്പം മെയിൻലി നമുക്ക് മുന്നോട്ടൊക്കെ പോണം, കുളിച്ച് ഫ്രഷ് ആവണം. എവിടെ തീർന്നു. അങ്ങനെ നമ്മുടെ തിരുപ്പതി യാത്ര അവസാനിച്ചു. ഇനി ബാംഗ്ലൂരിൽ കുറച്ചൊന്ന് സാധനം മേടിക്കാൻ പോകണമെന്നുണ്ട്. പറ്റുവാണെ അതിന്റെ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ തിരുപ്പതി യാത്രക്ക് അന്ത്യായി. ഭഗവാൻ സഹായിച്ച് നല്ലൊരു യാത്രയായി. നല്ലൊരു യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതായി. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ഇത് വേണമെന്നുണ്ടെങ്കിൽ പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. കാരണം ഞാൻ പോകുമ്പോൾ എനിക്ക് യൂട്യൂബിലെല്ലാം പരത്തിയെങ്കിലും വലിയ ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഏതാണെന്നെല്ലാം ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാൻ. ടാറ്റാ, ബൈ ബൈ, സീ യു.